ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതിൻ്റെ ഫൗണ്ടർ സ്ഥാപകൻ ആർ പ്രേംകുമാറും സത്യം പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കരുണയുടെ ഒക്കെ പര്യായമാണ്. അത് എത്രത്തോളമാണ് ഇവരുടെ ജീവനക്കാരിൽ പ്രതിഫലിക്കുന്നത് എന്നറിയാൻ ഇക്കഴിഞ്ഞ ദിവസം 21ാമത് വാർഷികം ആഘോഷിച്ച് ഇവരുടെ പരിപാടികളിൽ പങ്കെടുത്ത പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകും. അത്രമാത്രം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് അവർ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ചും ഒപ്പം അതിൻ്റെ സ്ഥാപകൻ പ്രേംകുമാറിനെ കുറിച്ചും പറയുന്നത്. 100 നാവാണ് അവർക്ക് പ്രേംകുമാറിനെ കുറിച്ച് പറയുമ്പോൾ. ശരിക്കും മനുഷ്യ സ്നേഹത്തിന്റെ വിജയഗാഥയാണ് BLM ഭാരത് സ്റ്റേറ്റ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടേത്. 2006 ചെന്നൈയിൽ മലയാളി സംരംഭകനായ ആർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച BLMന് ഇന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും പുതുച്ചേരിയിലുമായി 100-ലധികം ശാഖകളും 5 ലക്ഷത്തോളം സജീവ അംഗങ്ങളുമുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക്. നല്ലൊരു ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിലുപരി ഞാൻ 5 വർഷത്തോളം ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു അഭിമാനകരമായ നിമിഷമാണ് ഇന്നിവിടെ വന്നു പോകുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത്. അതിലെല്ലാം ഉപരി ഒരുപാട് പേർക്ക് നിത്യജീവനും അവർക്കുള്ള ജീവിക്കാനുള്ള സാമ്പത്തിക സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്ത ഒരു പ്ലാറ്റ്ഫോമാണ് BLM. വളരെ വലിയ അഭിമാനമാണ്. കാരണം ഞാൻ 3 വർഷമായി BLMൽ വന്നിട്ട്. ഷൊർണൂർ. ഞങ്ങൾ ഈ വർഷമാണ് മാനേജേഴ്സ് ക്ലബിൽ കയറിയിരിക്കുന്നത്. ആ ഒരു അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട്. വളരെ എന്താ പറയുക, ഒരു ജോലിയും ഒന്നുമില്ലാതെ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്കൊക്കെ വളരെ നല്ലൊരു പ്രയോജനമായ ഒരു ഇതാണ് BLM. അഭിമാനം തന്നെയാണ്. ഏറ്റവും കൂടുതൽ നല്ല അഭിമാനമാണ് നമുക്ക് പറയാനുള്ളത്. സാറുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. എന്താ പറയട്ടെ, നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല പ്രോത്സാഹനമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഭിമാനമാണ്. അഭിമാനമാണ്. ഭയങ്കര സന്തോഷം. BLMനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. BLMൽ വർക്ക് ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെയർമാൻ സാറിനെ കിട്ടിയതിന് ഏറ്റവും വലിയ ഭാഗ്യം. BLMനെ നമ്മൾ മുമ്പോട്ട് നല്ല രീതിയിൽ കൂടെ നയിക്കാൻ പറ്റിയ പ്രസ്ഥാനമായിട്ട് തന്നെയാണ് കാണുന്നത്. ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ കൂടെ തന്നെ ഇനി ഉയർത്തുണ്ടാവും. അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്താ പറയുക, നമ്മുടെ എല്ലാം ജീവിതം മാറ്റിമറിച്ച ഒരു സുവർണാവസരം ഇത് BLM എന്ന് പറയുന്നത്. നമ്മളിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് ആ ഒരു നിലയിലുണ്ടായത്. അപ്പം നമ്മുടെ ഈ BLM എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതോടും കൂടി നമ്മുടെ ജീവിതം ഒരുപാട് മെച്ചപ്പെട്ടു. ഒരുപാട് എന്താ പറയുക, നമുക്ക് ജീവിതത്തിൽ ഇനിയും നേട്ടങ്ങൾ നേടാനുള്ള ഒരു സാധ്യത ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അത് ഞാൻ ചെയർമാൻ സാറിന്, എന്താ പറയുക, ദൈവതുല്യനായ ചെയർമാൻ സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാനിപ്പോൾ BLMലേക്ക് വന്നിട്ട് ഇപ്പോൾ ഞാനൊരു 7 വർഷം കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. നമ്മൾ ആദ്യ കാലഘട്ടം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പം BLMൽ വന്നു. നല്ല എന്താ വെച്ചാൽ കുറേ പേർക്ക് ജോലി എടുത്തുകൊണ്ടും അവരവരുടെ വരുമാനം ഉയർത്തിക്കൊണ്ടും അവരുടെ ജീവിത നിലവാരം മാറ്റിക്കൊണ്ടുമാണ് നമ്മളെ BLM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പുതിയ പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടും ഒരു എന്താ പറയുക, ജീവിതത്തിൻ്റെ വിജയം എല്ലാവരും കൈവരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ BLMൽ ഞാൻ ഒരു പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാളേന്. അപ്പം ഒരാൾ വന്നിട്ടല്ല ആദ്യം വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി വന്നിട്ട് വിളിച്ചാണ് ഇന്ന് BLMലേക്ക്. എനിക്ക് BLMൽ എത്തിച്ചേർന്നിട്ട് നന്മയുണ്ടായുള്ളൂ. പിന്നെ ഞാനൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വരുമാനം ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാളേന്. അപ്പോഴേക്ക് BLMൽ വന്നതിന് ശേഷം എനിക്ക് നേട്ടങ്ങളെ ഉണ്ടായുള്ളൂ. എവിടെയാണ് വരുന്നത്? ഞങ്ങൾ കോഴിക്കോട് നിന്നാണ്, പൂവാട്ടുള്ള ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് അഭിപ്രായം? ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ, 2 മാസമായിട്ടുള്ളൂ BLM കയറിയിട്ട്. എനിക്ക് ഇതുപോലെ തന്നെ കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ 2 മാസം കൊണ്ട് അധികമൊന്നുമില്ലെങ്കിലും കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന നമുക്കൊരു ജോലി എന്നുള്ള നമുക്ക് വലിയൊരു നേട്ടമാണ് ഉണ്ടായത്. ഇപ്പോൾ ഞങ്ങൾ ചെറിയൊരു വരുമാനം ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. പറയുന്നത് ഞാൻ വന്നിട്ട് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. പക്ഷേ വർക്ക് ചെയ്തതിൽ നല്ലൊരു വരുമാനം കിട്ടുന്ന ഫീൽഡായതുകൊണ്ട് ഞാൻ വേറെ ജോബ് ചെയ്തോടത്തുനിന്ന് അവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇപ്പോൾ വന്നിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ മാസം മുതൽ ഇതിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. നല്ല ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്കും അതിലുപരി കസ്റ്റമർക്കും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. നല്ല അഭിപ്രായം. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് 3-4 മാസം ആയിട്ടുള്ളൂ. എങ്കിലും ഇതുപോലൊരു ഇവൻറ്റിനെ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരു നല്ല ഇത് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് 3 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ വളരെ നല്ലൊരു അനുഭവമാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്ന പിന്നെയാണ് ഞങ്ങളുടെ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ഞങ്ങൾക്ക് മുന്നേറ്റവും ഒക്കെ ഇവിടെ ഈ പ്രസ്ഥാനത്തിൽ വന്ന പിന്നെയാണ്. അഭിമാനമാണ്. അതെ, അഭിമാനമാണ് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനം.
എന്താണ്? ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 5 വർഷമായി. 5 വർഷമായി. നെടുങ്കണ്ടം ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. 5 വർഷമായിട്ട് AGM പങ്കെടുക്കാറുണ്ട്. എല്ലാ വർഷവും തന്നെ അടിപൊളിയായിട്ട് AGM ഇങ്ങനെ പോകാറുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് വന്നിട്ട് 3 വർഷമാവുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഹാപ്പിയായ ദിവസം ഈ BLM വന്ന പിന്നെയാണ്. കാരണം നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ്. കാരണം അതിന് പ്രത്യേകിച്ച് നമുക്ക് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എത്ര വരുമാനം വേണോ അത്രയും വരുമാനം നമ്മളാണ് തീരുമാനിക്കുന്നത് നമുക്ക് എന്ത് വരുമാനം വേണമെന്നുള്ളത്. ഞാൻ വെരി ഹാപ്പിയാണ് ഇതിൽ വന്നത്. പിന്നെ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരവസ്ഥയാണുള്ളത്. വെരി ഹാപ്പി. ജയ് BLM. പിന്നെ പ്രേംകുമാർ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം സാറിൻ്റെ ഒരു ഒറ്റ ഇതും കൊണ്ടാണ് ഒരുപാട് ജനങ്ങൾ ഇന്ന് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്ത് കുടുംബം കഴിഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, താങ്ക് യു. ജയ് BLM. 21ാമത് AGM എന്ന് പറയുമ്പോൾ 21 വർഷം തികഞ്ഞതിൻ്റെ എല്ലാവിധ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഇതിലൊരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ എല്ലാം കൊണ്ടും സന്തോഷം. ഈ ഒരു സുവർണാവസരത്തിൽ ഇത്രയും വർഷം പിന്നിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ പങ്കാളിയാവാൻ പറ്റിയെന്നുള്ളതിൽ അതിലായ സന്തോഷം